ഹായ് ഓൾ. മാരിവില്ലിൻ ഗോപുരങ്ങൾ ഡയറക്റ്റഡ് ബൈ അരുൺ ബോസ്. ഈ സിനിമയുടെ പേര് ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നത് സമ്മറിൻ ബദ്ലേമിലെ ആ സോങ് ആണ്, മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഈ പേര് എന്തിനാണ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ പേരും തമ്മിൽ യാതൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ദ്രജിത്താണ്. ഷോക്ക് ഷിൻഡോ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പിന്നെ സായ് കുമാർ ഉണ്ട്, പുള്ളി ഒന്ന് രണ്ട് സീനിലേ ഉള്ളൂ. പിന്നെ ബിന്ദു പണിക്കരുണ്ട്, വിൻസി അലോഷ്യസ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് മിന്നൽ മുരളിയിലെ പയ്യനല്ല, അവനുണ്ട്. പിന്നെ ഒരു ഗസ്റ്റ് റോളിൽ ആസിഫ് അലി വന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പബ്ലിസിറ്റിയും കുറവായിരുന്നു. പിന്നെ ഓൺലൈൻ പ്രൊമോഷനും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അരുൺ ബോസ് ഇതിനു മുന്നേ സംവിധാനം ചെയ്ത ടോവിനോയുടെ ലൂക്ക എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ എന്തോ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഒരു സിനിമ ക്ലിക്ക് ആവണമെങ്കിൽ അതിലെ എന്തെങ്കിലും ഒരു എലമെന്റ് നമുക്ക് കണക്ട് ആവണം. ഒന്നെങ്കിൽ ആ സിനിമയുടെ സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ ഫൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സോങ് ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു എലമെന്റ് കണക്ട് ആയാലേ നമുക്ക് ആ സിനിമ ഇഷ്ടമാവുള്ളൂ. ഒരു ഇന്റർവ്യൂവിൽ ഇന്ദ്രജിത്ത് പറയുന്നത് കേട്ടു, ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണെന്ന്. പക്ഷേ ഇത് കണ്ടവർക്കറിയാം, ഫീൽ ഗുഡ് പോയിട്ട് ഒരു ഫീല് പോലും തരാത്തൊരു മൂവിയാണിത്. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രമായ ഷോക്ക് ഷിൻഡോ ഒരു തിരക്കഥാകൃത്താണ്. ഇപ്പോൾ പുള്ളി കുട്ടികളുടെ ഒരു സൂപ്പർ ഹീറോ സീരിയലിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതുകയാണ്. അതിലൊരു കഥാപാത്രത്തെ പുള്ളി ഡബും ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ അംബിഷൻ എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനിടയിൽ പുള്ളിയുടെ അനിയനും വൈഫും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അവരുടെ കുറേ പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മിന്നൽ മുരളിയിൽ അഭിനയിച്ച പയ്യനുണ്ടായിരുന്നു, അവന്റെ റോള് മികച്ചതായിരുന്നു. ഇന്ദ്രജിത്തും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വെറുപ്പിക്കലായിട്ട് അനുഭവപ്പെട്ടത് വിൻസി അലോഷ്യസിന്റെ ക്യാരക്ടറാണ്. ഓൾറെഡി അവരുടെ ക്യാരക്ടർ ഒരു സൈക്കോ ആണ്, അതിന് പുറത്ത് അവരുടെ എക്സ്ട്രാ അഭിനയം കൂടി ആയപ്പോൾ തൃപ്തിയായി. പിന്നെ ഇന്ദ്രജിത്ത് അദ്ദേഹത്തിന്റെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ക്രിപ്റ്റ് വെച്ച് പുള്ളിക്ക് അത്രയേ ചെയ്യാനോ ഉള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇന്ദ്രജിത്ത് എന്ന നടനെ മലയാള സിനിമ നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യലുള്ള സിനിമകൾ വരുന്നില്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ വട്ട് ജയൻ, ഈ അടുത്ത കാലത്ത് തന്നെ സിനിമയിലെ വിഷ്ണു, പിന്നെ ഫാദർ വിൻസെന്റ് വട്ടോളി, സ്വർണവേൽ, അദ്ദേഹം ചെയ്ത ഈ കഥാപാത്രങ്ങളൊക്കെ എന്നെ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 20 വർഷത്തിന് മുകളിലായി അദ്ദേഹം സിനിമയിൽ. പക്ഷെ ഇപ്പോഴും നായകനായിട്ട് ഒരു സിനിമ കംപ്ലീറ്റ്ലി പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ദ്രൻസ് എന്ന നടനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിലുണ്ട്. അദ്ദേഹം ചെയ്ത ഭൂരിഭാഗം ക്യാരക്ടറും കോമഡി റോളുകളാണ്. ആ കോമഡി എന്ന് പറയുന്നത് തന്നെ പുള്ളിയെ ഫിസിക്കലി ഹരാസ്മെന്റ് ചെയ്തിട്ടുള്ള കോമഡികളാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളി ഒന്ന് അപ്ഡേറ്റഡ് ആയി, പിന്നീട് സീരിയസ് റോളുകൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം പുള്ളിയുടെ റേഞ്ച് തന്നെ മാറി. ഏകദേശം സുരാജ് വെഞ്ഞാറുമൂടിന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ തുടക്കകാലത്തുള്ള കോമഡി സിനിമകൾ നമ്മൾ കണ്ടതാണ്. ഒരേ പാറ്റേൺ ആയിരുന്നു പുള്ളി ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് പുള്ളി സീരിയസ് കഥാപാത്രം ചെയ്തപ്പോൾ പുള്ളിയും ഏകദേശം ഇതേമാതിരി തന്നെ പുള്ളിയുടെ റേഞ്ചും മാറി. പക്ഷേ ഇന്ദ്രജിത്ത് എന്ന നടനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത റോളുകളെല്ലാം വ്യത്യസ്തമായിരുന്നു. ഫാദർ വിൻസെന്റ് വട്ടോളിയും വട്ട് ജയനും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അദ്ദേഹം സ്ഥിരമായ ഒരു പാറ്റേണിലല്ല സിനിമകൾ അഭിനയിച്ചത്. എല്ലാ വ്യത്യസ്ത കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോമഡി ചെയ്യുകയാണെങ്കിൽ അതിന്റെ എക്സ്ട്രീമിൽ പുള്ളി ചെയ്യും, സീരിയസ് ആണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇപ്പോഴും പുള്ളിക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ നായകനായിട്ട് വന്നിട്ട് ഒരു ക്രൗഡ് പുള്ളിങ് പുള്ളിക്ക് സാധിച്ചിട്ടില്ല. ചിലപ്പോൾ സമയത്തിൻ്റെതാകാം. എന്തായാലും മലയാള സിനിമയുടെ മുൻനിര താരനിരകളിലേക്ക് അദ്ദേഹം എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.